പിന്നീടല്ല നമ്മൾ മക്കൾക്ക് ഈ കറിയിലിടുന്ന ഉള്ളിയും തക്കാളിയും ഇതിലിടുന്ന നമ്മൾ പച്ചക്കറിയെല്ലാം പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ. അതിൻ്റെ നീരും ചാറെല്ലാം ഇങ്ങനെ ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിക്ക് നമ്മൾ പിള്ളേരെ ഈ വെജിറ്റബിൾസ് എല്ലാം തീറ്റിക്കാൻ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പം ഈ ഉള്ളിയും ഇതൊക്കെ വയറ്റിലെത്തി ഇതിൻ്റെ ഗ്രേവിക്ക് മക്കൾ അടിപൊളി ചോദിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കുഞ്ഞ് മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും പിന്നെ തക്കാളിയും പച്ചമുളക് ഇതിനകത്ത് ഇടുന്നില്ല, തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുക്ക് ഇങ്ങനത്തെ പൊടിയായിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് ഉണ്ടായിന്, അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ മടിയന്മാർക്കെല്ലാം നല്ല എളുപ്പത്തിനുള്ള കറിയാണ്. തക്കാളി ഉള്ളി ഒന്ന് നൈസായിട്ട് അരിയണ്ട, ഇങ്ങനെ 4 പീസാക്കി മിക്സിക്കകത്ത് ഇടുക, ഒന്ന് കറക്കുക, അത്രയിലും എളുപ്പമായില്ലേ. പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഇതിനകത്ത് പൊടികൾ കുറച്ചേ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എരിവ് വേണമെങ്കിൽ എരിവിന് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ നമ്മൾ ഈ മിക്സിക്കകത്ത് അരച്ച് വെച്ച ഗ്രേവിയില്ലേ, ഈ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരച്ചിട്ട് അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പൊടിക്ക് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ആക്കിയെടുക്കണേ. അതാ ഈ കുറച്ച് ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. കാരണം ഇത് നമ്മൾ മിക്സിയിൽ അരച്ചതല്ല, അതുകൊണ്ട് കുറേ ടൈം വേണ്ടി വരില്ല. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ചിക്കന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞു പീസാണ് കേട്ടോ നല്ലത്, പെട്ടെന്ന് വെന്തും കിട്ടും. ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ്, ഇങ്ങനെ ചെറിയൊരു പീസായിട്ട് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആവശ്യത്തിന് പൊടികളും ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ഗരം മസാല. ഇത്രയാണ് കേട്ടോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കുരുമുളക് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു എരിവും വേണം, പിന്നെ ആ കുരുമുളകിൻ്റെ മണവും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു രുചിയല്ലേ. അപ്പോൾ ഇത്രയും കൂടെ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡാക്കണം. ഈ ചിക്കനിൽ നിന്നും പിന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ഈ മസാലക്ക് ഓൾറെഡി കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ അടച്ച് വെച്ച് വേവിക്കാം. കണ്ടാ ഇങ്ങനെ ആയിക്കിട്ടും നമുക്ക് ചിക്കന്. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തിള വരുമ്പം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ. അപ്പം വേണ്ട, ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പോ എന്തിൻ്റെങ്കിലും കുറവുണ്ടോ എന്നല്ല ഇപ്പം നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിന് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പക്ഷേ നെയ്ച്ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.